രാവിലെ വീട് ഡ്യൂട്ടിക്ക് പോയതിനു ശേഷം ഞാൻ നേരെ അംഗൻവാടിക്ക് പോയേ. നമ്മളെ വീടിന്റെ തൊട്ട് ബാക്കിലാണ് അംഗൻവാടി. ഇന്ന് ഇവിടെ പ്രവേശനോത്സവമാണ്. അതിന്റെ ഒരുക്കങ്ങളാട്ടെ ഇവിടെ കാണുന്ന ടീച്ചറും കുട്ടികളും എല്ലാവരും ഭയങ്കര സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കാട്ടല്ലാതും. പിന്നെ ഓരോരുത്തരായിട്ട് വേദിയിലേക്ക് കടന്നു വന്നിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നേ. എനിക്കൊരു മിഠായി കിട്ടിയപ്പോ അതും കഴിച്ചിട്ടാട്ടോ ഞാൻ ഇരുന്ന് കണ്ടിരുന്നത്. എന്റെ പിള്ളേരെ തുള്ളിച്ചാട്ടോ ഡാൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ എന്റെ പായസം കിട്ടിയായിരുന്നേ. അതും കുടിച്ചിട്ടുണ്ടായിട്ടാ. പിള്ളേർക്ക് കൊടുക്കാനുള്ള മിഠായും സർട്ടിഫിക്കറ്റും സമ്മാനങ്ങളാണ് ഈ കാണുന്നത്. ഇതാണ്ടാ നമ്മുടെ അംഗൻവാടി ടീച്ചർ. ഇവിടുത്തെ കൗൺസിലർ വന്നിട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്ത് പിള്ളേർക്കൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായേ. അവിടുന്ന് പിന്നെ എഗ് ബിരിയാണി യാമിക്കുട്ടിക്ക് വാരി കൊടുത്ത് ഞാനും കഴിച്ചതാരെ വീട്ടിലേക്ക് പോന്നിട്ടോ. ഞാൻ വൈകുന്നേരം പിന്നെ പുറത്ത് പോയപ്പോ ചിക്കനും മേടിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. ഇന്ന് രാത്രി ഇവിടെ 2 ഗസ്റ്റ് വരുന്നുണ്ട്. അവർക്കുള്ള ആട്ടോ സ്പെഷ്യൽ. പിന്നെ ഞാൻ മല്ലിയിലൊക്കെ മേടിക്കാൻ പറഞ്ഞുകൊണ്ട് അത് ഇൻസ്റ്റമാർട്ടിന്ന് മേടിച്ചുട്ടാ. പിന്നെ ഒരു ലേസും കഴിച്ചിട്ട് ഞാൻ പരിപാടി ഉറങ്ങിട്ട് രാത്രിത്തേക്കുള്ള ചിക്കൻ കറി വെക്കാനായിട്ട് അതിന്റെ മസാല ഒക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ നേരം കൊണ്ട് ഞാൻ ചിക്കൻ പൊരിക്കാനുള്ളത് കൂടി പൊരിച്ചെടുത്തിട്ടുണ്ടായിട്ടാ. പിന്നെ ചിക്കനിലേക്ക് മസാല ഒക്കെ പിടിച്ചെന്ന് മനസ്സിലാക്കിയപ്പോ ചിക്കൻ കറി വെക്കാനുള്ളത് അത് നേരെ അടുപ്പത്തേക്ക് വെച്ചിട്ടോ. ഞാൻ ചിക്കൻ കറി ചിക്കൻ പൊരിച്ചെന്ന് സെറ്റ് ആക്കിയിട്ടും എനിക്കൊരു തൃപ്തി വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് ചില്ലി ചിക്കനും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടാ. അങ്ങനെ എല്ലാം സെറ്റ് ആക്കി ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയപ്പോഴും അവർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് സംസാരിക്കായിരുന്നു കേട്ടോ. പിന്നെ അഫ്സലൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ്. അഫ്സലൊക്കെ നാളെ ഗൾഫിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. അവരുടെ കുറെ പഴയ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ അവര് പോയേ.